been fucking hoes and popping pills, man, I feel it's like a rock star. All my brothers got that gas and they always be smoking like a rock star. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് കുറെ പേര് പറഞ്ഞു അമേരിക്കയിലെ ഒരു അടിപൊളി വീട് കാണിച്ചു തരാമോ എന്ന്. അപ്പൊ ദാ പിടിച്ചോ, ഒരു അമേരിക്കയിലെ ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു വീട്. ഇതൊരു ഓപ്പൺ ഹൗസ് കൺസെപ്റ്റ് ആണ്. ഈ വീട് ആക്ച്വലി വിൽക്കാൻ വേണ്ടി വെച്ചേക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി ഈ വീടൊന്ന് കാണാം. അപ്പോൾ ഇതാ പിടിച്ചോ, ഒരു അടിപൊളി ഓപ്പൺ കൺസെപ്റ്റ് പോലത്തെ ഒരു വീടാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ദിസ് ഈസ് യുവർ ബോയ് ആദി ആൻഡ് വെൽക്കം ടു ആദി വ്ളോഗ്സ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ വീട് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഒരു കിടക്കാച്ചി ഒരു മുറിയുണ്ട്, കുറെ സ്റ്റോറേജ് ഒക്കെ നമുക്ക് കാണാം. ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ജനല് കണ്ടു കഴിഞ്ഞാൽ വാതിൽ പോലെയാണെന്ന് തോന്നുന്നു. കാരണം അത്രയും വലിയ ജനലുകളാണ്. ഇത് ഇഷ്ടം പോലെ നാച്ചുറൽ ലൈറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ അമേരിക്കയിൽ പൊതുവെ എല്ലാ വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രിക്സ് വെച്ചല്ല പണി നടക്കുന്നത്. ഇവിടെ എല്ലാം തടി വെച്ചിട്ടുള്ള പണിയാണ്. ഈ കാണുന്ന എല്ലാം തടിയാണ്. അപ്പൊ അതേതാണ്ട് നമുക്ക് ഇനി ബാത്റൂം കാണാം. ബാത്റൂം കണ്ടോ, ഈ ബാത്റൂം അടിപൊളി ബാത്റൂമാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അടിപൊളി ഷവർ ഏരിയയും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും. പിന്നെ നിങ്ങൾക്ക് ആ ഫ്ലോറിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു വുഡൻ ഒരു ഫിനിഷ് കിട്ടണ ഒരു അങ്ങനത്തെ ഒരു ഫ്ലോറിംഗ് ആണ്. പിന്നെ എല്ലാം ഒരു ഇത് കണ്ടോ, ആ ഇവിടെ കാണുന്ന പൂളാണ് ഇതിന്റെ ഹൈലൈറ്റ്. അടുത്ത ബാത്റൂം, ഒരു ബാത്റൂമിൽ നിന്ന് മറ്റൊരു ബാത്റൂമിലേക്ക് എന്തൊരു ട്രാൻസാക്ഷൻ ആണ്. ഇതും അടിപൊളി ബാത്റൂമാണ്. ബാത്റൂമിന്റെ ജനല് കണ്ടു കഴിഞ്ഞാൽ ജനലിൽ കൂടെ ഒരാൾക്ക് വേണമെങ്കിൽ കടന്നു പോലോ, അത്രയും വലിയ ജനലുകളാണ് ഇവിടെ ഉള്ള. അത് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഞാൻ പൊതുവെ മറ്റു വീടുകളിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഈ വീട്ടിൽ മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം കണ്ടു. പിന്നെ ഇതാ കാണുന്നതാണ് കിച്ചൺ. പിന്നെ ഫോളോഡ് ബൈ കുറെ അധികം ഓപ്പൺ സ്പേസ്. പിന്നെയും ഇരിക്കുന്ന ഡൈനിങ് ഏരിയ എന്ന് തോന്നുന്നു. അങ്ങനെ കുറെ ആകെ ഒരു അടിപൊളി വൈബ്സ് ആണ്. ഒരു എന്താണ്, ഭയങ്കരമായിട്ടും ഓപ്പൺനെസ് ഫീൽ ചെയ്യണ ഒരു ഫീലാണ്. ആകെ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ലക്ഷറി സിമ്പിൾ ഈസ് ലക്ഷറി. അങ്ങനെ ഒരു ഭയങ്കര അടിപൊളി ഒരു ആണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. നമ്മളിത് കണ്ടു, ഇനി കിച്ചണിലേക്കാണ് കിടക്കാൻ പോണത്. റൈറ്റ് സൈഡിലാണ് സ്റ്റവ്, ലെഫ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു ജസ്റ്റ് വാഷിംഗ് ബേസിനും അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ചുറ്റും സ്റ്റോറേജുകളാണ്, അവിടെ ക്യാബിനറ്റ്സ് ആണ് ഫുള്ളും. പിന്നെ ഇതാണ്ട് ഇവിടെ പിന്നെ ഒരു ഫയർ പ്ലേസ് ഏരിയ, ഒരു ഡിജിറ്റലായിട്ട് അതിൻ്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കും. ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസ് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ലോണാണ് നമ്മൾ കാണുന്നത്. പിന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ പൂളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ നിങ്ങൾക്ക് ചുറ്റും നേരത്തെ കണ്ട പോലെ ആ സ്റ്റൗവിന്റെ അടിയിലുള്ള ഫുൾ സെക്ഷൻ സ്റ്റോറേജ് ആണ്. അത് ഈ അമേരിക്കയിൽ മാത്രം കണ്ട ഒരു സംഭവമാണ്. അമേരിക്കയിൽ ഈ അൽമാര എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇല്ല. ഈ സ്റ്റീൽ അലമാര, തടി അലമാര, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പിന്നെ അടുത്ത കുറെ ചില്ല്. ഈ വീട് വാങ്ങിക്കണ ആൾ എന്നായാലും കുറെ അധികം ചില്ല് ക്ലീൻ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണം. അതാണ്ട് അവിടെ പിന്നെ ഒരു ക്യാൻഡിലെയറോ. പിന്നെ ഇതാ നമ്മൾ പോകും പൂളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര പൂളാണ്. പൂളുണ്ട്, ജക്കൂസി ഉണ്ട്, പിന്നെ കുറെ പച്ചച്ചെടികളുണ്ട് ചുറ്റും. പിന്നെ ഇവിടെ ഇരുന്ന് നല്ല വ്യൂസ് കാണാം, ലോണ് കാണാം, പിന്നെ ആ മതില് കാണാം, ആകാശം കാണാം, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്നൊക്കെ പറഞ്ഞത് വൈബ്സ് ആയിരിക്കും ഇവിടെ.
പിന്നെ വുഡൻ പാഷ്യ ഉണ്ട്. നിങ്ങൾക്ക് സൺബാത്ത് ചെയ്യണമെങ്കിൽ സൺബാത്ത് ചെയ്യും. ഇവിടെ പുല്ലുണ്ട്, കല്ലുണ്ട്, പൂളുണ്ട്, ജക്കൂസി ഉണ്ട്, പിന്നെ എന്താണ് ചില്ലുണ്ട്, ചില്ല് ഡോറുണ്ട്, ചില്ല് ഗ്ലാസ് ഉള്ള നല്ല അടിപൊളി ഡോറുകളുണ്ട്. ചുറ്റും നല്ല ഇത് വീടിന്റെ ഒരു ഭയങ്കര വലിയൊരു വൈബാണ് ഞങ്ങളുടെ ചുറ്റും. ചില്ലോട് ചില്ലാണ്, എവിടെ നോക്കിയാലും ചില്ലാണ്. പിന്നെ ഇനി നമുക്ക് പയ്യെ ഇനി അടുത്ത മുറികളിലേക്ക് പോയാലോ? അപ്പൊ അതേ താണ്ടെ നമുക്ക് ഇനി അടുത്ത മുറികൾ. നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം, നമ്മൾ ഫ്രണ്ട് വശം കയറി വന്ന വശമാണ് ഈ വശം. ഈ വ്യൂസും ഒക്കെ നന്നായിട്ട് കണ്ട് നമ്മൾ അടിപൊളി. ഒരു സെക്ഷൻ ആണ് ഈ സെക്ഷൻ. ഇനി ഇവിടെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. ഇനി നമ്മളാണ് മെയിൻ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം. ഇപ്പൊ മാസ്റ്റർ ബെഡ്റൂം കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടുത്തെ വാക്കിംഗ് ക്ലോസറ്റ് പോയി കണ്ടാലോ? അങ്ങനെ എല്ലാ കുറെ സംഭവം വെക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ഓടി നടന്നുകൊണ്ട് സാധനങ്ങൾ വെക്കാം. വേണേ അതിന്റെ ഉള്ളില് റാമ്പ് വാക്ക് ചെയ്യാം. പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂം ആണത്. അടിപൊളി 2-3 ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ കിടന്നോണ്ട് നിന്നോണ്ട് ഓടിക്കോണ്ട് എങ്ങനെ വേണമെങ്കിലും കുളിക്കാം. പുറത്തേക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചാടാം. അത്രയും വലിയ ജനലുകൾ, എന്തെല്ലാം. പിന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് കണ്ടറിയാം, ഇതൊരു ഇതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും വലിയ 2 സൈഡും ഗ്ലാസും, ഭയങ്കര ഒരു വൈബായിരിക്കും ഇവിടെ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര വലിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലോകം തന്നെ കീഴടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഇതൊക്കെയാണ് ഏകദേശം ഒരു അടിപൊളി വീട് അമേരിക്കയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കുറെ അധികം വീഡിയോസ് ചാനലിലുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം കാണുക, ആസ്വദിക്കുക.
ഇവിടുത്തെ വുഡൻ പാഷ്യോ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇതെനിക്കൊന്ന് ജസ്റ്റ് ഒരു കോമൺ ചിൽ ഏരിയ അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ എന്താണ്, ഇതാണ് നെക്സ്റ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പൂളിലേക്ക് നമുക്ക് ചാടാം. അതൊരു ഭയങ്കര വലിയ സംഭവമാണ്. പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ടെറസ് ഏരിയ ആണ്. ഇതിന്റെ ടെറസ് ഏരിയ തന്നെ ഒരു ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഇനി പോയി കാണാം. വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ അല്ല, അതുകൊണ്ടാണല്ലോ ഇതിന് ഇത്രയും വില. പിന്നെ ഈ വ്യൂ ആണ്, ഇത് ഒരു ഒന്നൊന്നര വ്യൂ അല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വെക്കേഷൻ സ്പോട്ടിന്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ മുകളിലത്തെ ടെറസ് വന്നാൽ മതി വെക്കേഷൻ നമുക്ക് ആവശ്യമില്ല. നല്ല എക്സോട്ടിക് പ്ലേസിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ വീടിന്റെ ടെറസിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വ്യൂ തന്നെ മതി എക്സോട്ടിക് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു അത്യാവശ്യം അടിപൊളി വീട്ടിന്റെ ഒരു കാഴ്ചകൾ. ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ എന്നാ, പീസ്.